ഹലോ എനിമി ലവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ഇതിൻ്റെ മാൻഹയാണ്. സോ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ 200 ലൈക്കിൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിരുന്നു. അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. സോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാന്മാർക്കും താങ്ക്സ് ഡാ. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 70, 71 എന്നീ 2 ചാപ്റ്റേഴ്സാണ്. സോ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളിതിന് മുമ്പിട്ട വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക. സോ അതൊക്കെ കണ്ടാലേ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സോ നേരെ കഥയിലോട്ട് കിടക്കാം. സോ അങ്ങനെ ഇവർ ഈ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും സർവൈവ് ചെയ്തോ? അപ്പോൾ നമ്മുടെ എലിജനേറ്റ് പറയുന്നുണ്ട്, ബ്രാഡിനെയും അതുപോലെ റെജിനാൾഡിനെയും എൽഡർവുഡ് ഗാർഡിയൻ പിടിച്ചു. അവരിനി സർവൈവ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ സമാന്തയുടെ കാര്യമോ എന്ന് നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലിജനേറ്റ് പറയുന്നുണ്ട്, സമാന്തയെ ഞാൻ കണ്ടിരുന്നു. ഗുഹ ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് ഞാൻ അവൾക്ക് ചുറ്റും ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. പക്ഷേ അവൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അവൾ ജീവനോടെ ഉണ്ടെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ എങ്ങനെ നമ്മൾ അവളെ കണ്ടെത്തും? എൽഡർവുഡ് ഗാർഡിയൻ്റെ ബീസ്റ്റ് കോർ പോലും ഇവിടെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സോ അപ്പോൾ നമ്മുടെ എലിജനേറ്റ് പറയുന്നുണ്ട്, ഷെൽട്ടറിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ എനിക്ക് ഈ മാജിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ മാജിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ 2 കൈയും നിലത്ത് വെച്ചിട്ട് അവൻ്റെ എർത്ത് മാജിക്കായിട്ടുള്ള എർത്ത് പൾസ് എന്ന മാജിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ സമാന്തയെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, ഞാൻ സമാന്തയെ കണ്ടെത്തി. അവളുടെ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തറാവട്ടെ എലീജനൈറ്റിൻ്റെ മാജിക് കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇവന് ശരിക്കും എർത്തിൻ്റെ അടിയിലൊക്കെ സ്കാൻ ചെയ്യാൻ കഴിയുമോ? അതുമാത്രമല്ല, അവൻ സമാന്തയുടെ ഹൃദയമിടിപ്പ് വരെ സ്കാൻ ചെയ്തു പറഞ്ഞു. ഇതെന്ത് തരം കഴിവാണ്? ശരിക്കും ഇവൻ ആരാണ്? സോ അപ്പോൾ നമ്മുടെ എലിജനേറ്റ് സമാന്ത കിടക്കുന്ന ആ ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമാന്തയുടെ കാലിൻ്റെ ഉള്ളിൽ കൂടെ ആ വള്ളികൾ തറച്ച് കയറിയിട്ടുണ്ട്. പാവം ബോധം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ എലിജനേറ്റ് ആ വള്ളി അവളുടെ കാലിൽ നിന്ന് വലിച്ചൂരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, എലീജ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവളുടെ പരിക്ക് കൂടുകയുള്ളൂ. നമുക്ക് അവളൊരു ഡോക്ടറിനെ കാണിക്കാം. അപ്പം നമ്മുടെ എലിജനേറ്റ് അവളുടെ പൾസ് നോക്കി പറയുന്നുണ്ട്, അവളുടെ പൾസ് നല്ലതാണ്. അതുപോലെ അവളുടെ ബ്രീത്തിങ്ങിനും കുഴപ്പമില്ല. ചെറുതായിട്ട് പനിയുണ്ടെന്ന് തോന്നുന്നു. എന്നാലും വലിയാത്ത അപകടാവസ്ഥ ഒന്നുമില്ല. അവളിപ്പോൾ ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പം നമ്മുടെ ജാസ്മിന് സമാന്ത എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഈ മാലിന്യത്തിൽ നിന്ന് എൽഡർവുഡ് ഗാർഡിയൻ്റെ ബീസ്റ്റ് കോർ കണ്ടെത്താൻ കഴിയില്ല. ആ ബീസ്റ്റ് കോർ ഇവിടെ തന്നെ കിടക്കും. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലിജനേറ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ എലിജയെ തടയുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സിൽവി ആയിരുന്നു. സോ ഇപ്പം നമ്മുടെ സിൽവി വലുതായതുകൊണ്ട് തന്നെ അവളുടെ ആ ക്യൂട്ട്നെസ് ഒക്കെ പോയിരിക്കുന്നു. ഇപ്പം അവളെ കണ്ടാൽ പേടിയാണ് തോന്നുക. പക്ഷേ അടുത്ത സീനിൽ തന്നെ നമ്മുടെ സിൽവി ആർത്തറിനെ പപ്പ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളിയിൽ തന്നെ നമ്മളങ്ങോട്ട് അലിഞ്ഞു പോവും. സോ നമ്മുടെ സിൽവി എത്ര വലുതായാലും അവളുടെ ക്യൂട്ട്നെസ്സിന് ഒരു കുറവുമില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സിൽവി നീ ഇവിടെ എത്തിയല്ലേ, നീ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിൽവി പറയുന്നുണ്ട്, വെയിറ്റ് മാത്രമല്ല ഹൈറ്റും വെടുത്തും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിൽവി സ്നേഹത്തോടെ നമ്മുടെ ആർത്തറിനെ നക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആർത്തറിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. ആർത്തർ ഇപ്പോൾ ഒരു പൂക്കിയായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ഇതൊരു ഡ്രാഗനല്ലേ, ഇങ്ങനെ വരാൻ വഴിയില്ല. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സിൽവി ഒരു ഡ്രാഗനാണ്, ഇവളെൻ്റെ പെറ്റാണ്, പെറ്റല്ല എൻ്റെ എല്ലാമാണ്. അപ്പം നമ്മുടെ എലിജനേറ്റ് പറയുന്നുണ്ട്, പക്ഷേ ഡ്രാഗൻസൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇല്ലാതായതല്ലേ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഈ കാര്യം നീ വേറെ ആരോടും പറയരുത് കേട്ടോ, നമ്മൾ 3 പേരും മാത്രം ഇതറിഞ്ഞാൽ മതി. ജാസ്മിന് സിൽവിനെ കുറിച്ച് നേരത്തെ അറിയാം. അപ്പം നമ്മുടെ സിൽവി ജാസ്മിനെ നക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ മുടിയൊക്കെ പൊങ്ങിയിട്ട് ക്യൂട്ടായിട്ടുള്ള ഫേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിന് അവളുടെ മുടി ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലിജനേറ്റ് പറയുന്നുണ്ട്, 11 വയസ്സ്, കോൺട്രാ എലമെൻ്റൽ ഓഗുമെൻറ്റർ, 2 എലമെൻസിൽ ഡെവിയൻ്റ് ഉണ്ട്, പിന്നെ ഡ്രാഗൺ പെറ്റായിട്ട്. ശരിക്കും നീ ആരടാ? അപ്പോൾ നമ്മുടെ ആർത്തർ സിൽവിയുടെ മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജ താഴോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എലീജ നീ ഇതുവരെ ഒരു ഡ്രാഗൻ്റെ മുകളിൽ കയറിയിട്ടില്ലല്ലോ, അടിപൊളിയാണ് മോനെ, നീ കയറി നമുക്ക് പോകാം. സോ അങ്ങനെ ഇവരെല്ലാവരും നമ്മുടെ സിൽവിയുടെ മുകളിൽ കയറിക്കൊണ്ട് ഡെഞ്ചോൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. സോ അങ്ങനെ ഇവർ ആ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്തെത്തുന്നുണ്ട്. അപ്പോൾ ആ പുഴു നമ്മുടെ സിൽവിനെ കണ്ടിട്ട് പേടിച്ചതിൻ്റെ മാളത്തേക്ക് തന്നെ പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ജാസ്മിനാണെങ്കിൽ നല്ല മാസമായിട്ട് ചാടി വന്നിട്ട് ബാറ്റർ നൈസിനെ അറ്റാക്ക് ചെയ്ത് ഒരുങ്ങി നിൽക്കുമ്പോഴത്തേനും നമ്മുടെ സിൽവീനെ കണ്ടിട്ട് ബാറ്റർ നൈസ്മാരെല്ലാം ഓടുന്നുണ്ട്. അപ്പം നമ്മുടെ ജാസ്മിനാവട്ടെ
ഇവിടെ എന്താ നടക്കുന്നേ? ഇവരെന്തിനാ പേടിച്ച് ഓടുന്നേ? അപ്പം നമ്മുടെ എലിജനേറ്റ് പറയുന്നുണ്ട്, നിനക്ക് തുടക്കത്തിൽ തന്നെ സിൽവിനെ കൂടെ കൂട്ടായിരുന്നു. അപ്പം നമ്മുടെ സമാന്ത കണ്ണ് ചെറുതായി തുറക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ സമാന്തയെ നിലത്തൊരു പായ വിരിച്ചിട്ട് അവിടെ കിടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ സമാന്ത അവളുടെ കണ്ണ് മെല്ലനെ തുറക്കുന്നുണ്ട്. അപ്പം അവൾ ആർത്തറിനെ നോക്കി പറയുന്നുണ്ട്, ആർത്തർ, നിന്നെ മാസ്ക് ഇല്ലാതെ കാണാൻ വളരെ സുന്ദരനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സമാന്ത വെറുതെ സംസാരിച്ച് നിൻ്റെ എനർജി ഒന്നും കളയല്ലേ. അപ്പം നമ്മുടെ സമാന്ത പറയുന്നുണ്ട്, നോക്കൂ ഞാൻ എന്താണ് കൊണ്ടുവന്നതെന്ന്. എന്നിട്ട് അവളുടെ ദേഹത്തുള്ള ആ ഡ്രസ്സ് മാറ്റുമ്പോൾ എൽഡർവുഡ് ഗാർഡിയൻ്റെ ബീസ്റ്റ് കോറും അതുപോലെ നമ്മുടെ ആർത്തറിൻ്റെ മാസ്കും കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സമാന്ത ആർത്തറിൻ്റെ മാസ്ക് ആർത്തറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നൈസ് വർക്ക് സമാന്ത. എന്നിട്ട് നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഈ മാനാക്കോറ് നമുക്ക് കടയിൽ പോയി വിറ്റിട്ട് ഇതിൻ്റെ ലാഭം നമുക്ക് വീതിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കത് വേണ്ട ആർത്തർ, അത് നിനക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ആർത്തർ എലിജനേറ്റിനെ നോക്കുന്നുണ്ട്. അപ്പോൾ എലിജനേറ്റ് പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, എനിക്കത് വേണ്ട. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഇത്ര വിലയുള്ള സാധനം നിങ്ങൾക്ക് വേണ്ടെന്നോ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? അപ്പോൾ നമ്മുടെ സമാന്ത പറയുന്നുണ്ട്, എനിക്കും ഇത് വേണ്ട. എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. നീയാണ് ആ എൽഡർവുഡ് ഗാർഡിയനെ ഒറ്റയ്ക്ക് തോൽപ്പിച്ചത്. അതുകൊണ്ട് നിനക്കാണ് ഈ മാനക്കോറ് അർഹതപ്പെട്ടത്. അതുകൊണ്ട് നീ ഇതെടുത്തോ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ജാസ്മിൻ, എലീജ, നിങ്ങൾ രണ്ടുപേരും ഗിൽഡ് ഹാളിലേക്ക് പോയിട്ട് സഹായത്തിന് വേണ്ടി കുറച്ച് ആളുകളെ കൂട്ടി വരുമോ? ഞാൻ സമാന്തയുടെ കൂടെ നിൽക്കാം. അപ്പോൾ നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, ശരി ഞങ്ങൾ പോകാം. പോകുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ വെക്കാം, നിനക്ക് വല്ല ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അപ്പം നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ബോധം കെട്ട് വീണപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലുള്ള ആ റിങ് പ്രകാശിച്ചിട്ടുണ്ടാക്കാം. ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞാൻ അപകടാവസ്ഥയിലാണെന്ന് അറിയാമായിരിക്കും. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ സുഖമായിരിക്കുന്നു എന്നെനിക്ക് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തർ അവന് ഏതം നൽകിയ ആ പേപ്പർ എടുക്കുന്നുണ്ട്. ഈ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പേപ്പറിൽ അവൻ്റെ മഹാൻ ഉപയോഗിച്ചുകൊണ്ട് അവന് സന്ദേശങ്ങൾ എഴുതാം. ഇതുപോലത്തെ ഒരു പേപ്പർ ആലീസിൻ്റെ കയ്യിലുണ്ട്. ആ ആലീസിൻ്റെ കൈകളിലേക്ക് ഈ സന്ദേശം എത്തും. എന്നിട്ട് ആലീസിന് തിരിച്ച് സന്ദേശം അയക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ആർത്തർ ആലീസിന് വേണ്ടി സന്ദേശം എഴുതുന്നുണ്ട്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ സുഖമായിരിക്കുന്നുവെന്ന് എൻ്റെ മാതാപിതാക്കൾ അറിയട്ടെ, ഞാൻ വീട്ടിലെത്തുന്നത് വരെ അവർ വിഷമിക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സിൽവി, നമ്മൾ കുറേ കാലമായി കണ്ടുമുട്ടിയിട്ട് ഇപ്പം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. നീ പല മാനാബീച്ചസിനെയും വേട്ടയാടിയിട്ട് അവയുടെ കോറുകൾ ഭക്ഷിച്ച് വളർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സിൽവി പറയുന്നുണ്ട്, അതെ, ഞാൻ ധാരാളം മാനാബീച്ചസിനെ വേട്ടയാടി. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോഴും ആ ചെറിയ രൂപത്തിലേക്ക് മാറാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ സിൽവിയുടെ ചെറിയ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ സിൽവിയെ തലോടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡ് ചിന്തിക്കുന്നുണ്ട്, അവർ മടങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. ഈ ബീസ്റ്റ് കോറും എൻ്റെ ശരീരവും ഉപയോഗിച്ച് എനിക്ക് കൂടുതൽ സുഖം പ്രാപിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ആർത്തർ പറഞ്ഞത് ഈ ബീസ്റ്റ് കോർ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഓൾറെഡി തന്നെ നമ്മുടെ ആർത്തറിന് ഒരു ബീസ്റ്റ് കോർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ലൂക്കാസ് വൈക്സ് ശക്തരായ മേജസിനെ തെറ്റായ രീതിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈക്സ് ഹൗസിൻ്റെ മകൻ, അവൻ ചെയ്തതൊന്നും ഞാൻ മറക്കില്ല. അവൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ബ്രാൾഡ് മരിച്ചു, അതുപോലെ ഞങ്ങളിൽ പലർക്കും പരിക്ക് പറ്റി. അവൻ ചെയ്തതിനെല്ലാം ഞാൻ അവനോട് എത്ര സമയമെടുത്തിട്ടാണെങ്കിലും എൻ്റെ പ്രതികാരം ചെയ്തിരിക്കും. ഇപ്പം നമ്മുടെ ആർത്തറിൻ്റെ മനസ്സിൽ ലൂക്കാസിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ 71ാമത്തെ ചാപ്റ്റർ കഴിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.